നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് കല്യാണിയെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുവാണ് കമ്പനിയിലേക്ക്. അങ്ങനെ RS കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ടും കൽപ്പിച്ച സ്റ്റെഫി വരുന്നേ. സ്റ്റെഫിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണിയെ വന്ന് കാണുവാണ്. കല്യാണിയെ വന്ന് കണ്ടിട്ട് കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പറയണം, അതിന് വീട് വെക്കണം, പിന്നീട് അതിന്റെ ചെലവുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അതിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു ഒരു 2 കോടി അടുത്തൊക്കെ വരുമെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, 2 കോടി രൂപയുടെ വീട് ഞങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യമില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങൾ ഏറ്റെടുക്കണം. കൺസ്ട്രക്ഷൻ മാത്രമല്ല, അതിന്റെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളും എല്ലാം കല്യാണം തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടെ വന്ന് ഞാനും കിരണേട്ടനും കൂടെ വന്നിട്ട് പ്രോപ്പർട്ടി മറ്റും കാണാം. ഇപ്പൊ കിരണേട്ട സ്ഥലത്തില്ല, കിരണേട്ടൻ വരുമ്പോ ഞാൻ പറയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റെഫി പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കല്യാണിന്റെ നമ്പരൊക്കെ മേടിക്കണം. ഞാൻ വിളിച്ചേക്ക ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാം. ശരി എന്നൊക്കെ പറയാം. അങ്ങനെ സ്റ്റെഫി കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ചതിനായിട്ടാണ് പോകുന്നത്. തനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ വന്നൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ലീഡിങ് കമ്പനി ഏതാന്ന് നോക്കിക്കഴിഞ്ഞപ്പോ RS കൺസ്ട്രക്ഷൻ ആണെന്ന് അറിഞ്ഞിട്ട് വന്നാന്നൊക്കെ പറയണം. കല്യാണിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നില്ല, കാരണം ഒരു പെണ്ണാണല്ലോ വന്നിങ്ങനെ പറയണ കാര്യങ്ങളൊക്കെ. പിന്നീട് അഡ്വാൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അഡ്വാൻസ് ഒക്കെ ഇനി നമുക്ക് വന്ന് കണ്ടതിന് ശേഷം പോരെ നിൽക്കാം, അത് മതി, അതിന് ശേഷം മാത്രം മതി എന്ന് പറയണം. അങ്ങനെ ആളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് സന്തോഷമായി. ഈയിടെ വേറെ ഒരെണ്ണോടെ വന്നിട്ടുണ്ട്, അപ്പൊ അത് കിരണേട്ടൻ നോക്കാനായിട്ട് പോയിരിക്കുക. ആ സ്ഥലവും കാര്യങ്ങളൊക്കെ അത് മറ്റാരുടെ ആയിരുന്നില്ല, അത് മരിയെ വിളിച്ചിട്ട് പോയതായിരുന്നു. കാരണം മരിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരണിനോട് ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയതാ. പക്ഷേങ്കിൽ കിരണാണ് ആ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ പോകുന്നുള്ള കാര്യം മനോഹറിന് അറിയില്ലായിരുന്നു. മനോഹറിനോട് മരിയെ പറഞ്ഞത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, നമ്മുടെ വീട് പണിയുന്നുണ്ട്, നമ്മളിനി ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് താമസിക്കാനായിട്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേങ്കിൽ എവിടെ എന്താ ഏതാ ആരാ പണിയുന്നതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മനോഹറിനെ വിളിച്ചു. മനോഹറിനെ വിളിച്ചിട്ട് എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയണം. അപ്പൊ മനോഹർ ഞാൻ അതിനെന്താ, കാരണം നാളെ പോവാണ്, പോകുന്നതിന് മുമ്പ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഇടയ്ക്ക് വരണ സമയത്ത് വീട് പണിയൊക്കെ പൈസ അയച്ചു കൊടുത്താൽ മതിയല്ലോ. വീട് പണിയൊക്കെ അവർ ആക്കി കഴിഞ്ഞോളും. പിന്നെ വരണ സമയത്ത് വീണ്ടും കയറി താമസം കഴിഞ്ഞ് അവിടെ കുറച്ചാൾ താമസിക്കുക, ആ ഒരു ചിന്തയായിരുന്നു മരിയയുടെ മനസ്സിൽ. അപ്പം മരിയ തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ മനോഹറിനോട് പറയുകയും ചെയ്തു. മനോഹറിന് ഭയങ്കര സന്തോഷം. കുറെ കാലം അമേരിക്കയിൽ പോയി ജീവിക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ കുറച്ചാൾ നിൽക്കുക. പൊളിച്ചു. ഇനിയിപ്പോൾ ആർക്കും ഒരു സംശയം തോന്നാൻ പോകുന്നില്ല. ഇവിടുന്ന് പോയി കുറെ കാലം കഴിഞ്ഞ് വന്നാലും പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. സരീവിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എന്താണെങ്കിലും രാഹുലും ശാരിയൊക്കെ ചേർന്ന് നടത്തിക്കോളും. പിന്നെ താൻ ഇനിയിപ്പോൾ അവരുടെ കാലത്തൊന്നും തലയിടാൻ പോകണ്ട എന്നൊരു ചിന്തയോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് മരിയയുടെ അടുത്തേക്ക് വരുന്നത്. പിന്നീട് മരിയയുടെ അടുത്ത് വന്നിട്ട് മനോഹർ പറഞ്ഞു നാളെ പോകാനുള്ള എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് വരണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു മനുവേട്ടൻ ധൈര്യമായിട്ട് പോരാനായിട്ട് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, മനോഹറിനെ കൂട്ടിക്കൊണ്ട് മരിയ അങ്ങോട്ട് പോവാണ്. പിന്നീട് അവര് നേരെ പോകുന്നത് RS കൺസ്ട്രക്ഷൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ സമയത്ത് മനോഹർ ചോദിച്ചു അല്ല നമ്മളിത് എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണം. അതെ, ഇവിടുത്തെ ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനി ഏതെന്നറിയോ, RS ആണ് കമ്പനിയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോണേ, അവർക്കാ നമ്മളിത് കൊടുത്തിരിക്കുന്നു പറയണം, വർക്ക് കൊടുത്തിരിക്കുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടണായി മനോഹറില്. മനോഹർ പറഞ്ഞു അവര് കൊള്ളത്തില്ല എന്ന് പറയണം. എന്ന് മനുവേട്ടനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. അവരൊക്കെ ചുമ്മാ ഊടായ്പ, പണം കൊടുത്ത് അവര് നേടിയെടുത്ത പേരും പ്രശസ്തിയാ, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ മരിയയ്ക്ക് അത്ഭുതം. മരിയ ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ മനുവേട്ടൻ പറയാൻ കാരണം എന്താ? പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം 100% ആൾക്കാരും പറയുന്നത് അവര് നല്ല കമ്പനിയാണെന്നുള്ളോ, അവർ ചെയ്ത ഓരോ വർക്കും പെർഫെക്റ്റ് ആണെന്നുള്ളോ അറിയാൻ കഴിഞ്ഞ്. ഞാനാണെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അങ്ങനെ അറിയാൻ കഴിഞ്ഞെന്ന് പറയാം. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ, ഓരോ ആൾക്കാർക്കും പൈസ കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുന്ന. നമ്മൾ ഇങ്ങനത്തെ ഊടായ്പിലൊന്നും ചെന്ന് ചാടലെന്നൊക്കെ പറയണം. മനോഹർ ഒന്ന് വേർത്തു. കാരണം വേറൊന്നുമല്ല, അങ്ങോട്ടെങ്ങാനും ചെന്ന് പെട്ടാ തീർന്നു തന്നെ. ആ സമയത്ത് മരിയ പറഞ്ഞു എന്താണെങ്കിലും ഞാൻ അവരോട് വന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ ഇരിക്കുക, അവരെന്താന്ന് വെച്ചാൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം. മനോഹറിന് ഇറങ്ങി ഓടാനും പറ്റില്ല, ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പത്തേനും കമ്പനിയുടെ മുന്നിലേക്ക് അങ്ങനെ വണ്ടി വന്ന് നിന്നു. ഈ സമയത്ത് മരിയ പറഞ്ഞു ഇറങ്ങും മനുവേട്ടാന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ കിരൺ സാറിനെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങി. ദൈവമേ പെട്ടുപോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് സംശയങ്ങളൊക്കെ തോന്നൂലോ എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വരുവാണ്.
ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മനോഹർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മരിയ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയണേ. അതെന്താ? അല്ല, എനിക്കൊരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തെ, അത് ഞാൻ മറന്നു പോയെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, മരിയെ പോയി അതെല്ലാം ഏർപ്പാടാക്കിയിട്ട് പോരാ. അല്ല, മനുവേട്ടൻ ഇത് എങ്ങനെയാ പോണേന്ന് ചോദിക്കാം. ഞാനിപ്പോൾ തന്നെ പോയിക്കോളാം, ഇവിടെ നിന്ന് ഒരു വണ്ടി ഓട്ടോ വിളിച്ചാലും പോയിക്കോളാന്ന് പറയണേ. അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. പക്ഷെ മനോഹറിന് എവിടം വരെ രക്ഷപ്പെടാൻ പറ്റും? കാരണം ഓൻ തോടിയാൽ എവിടം വരെ ഓടുമെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു മനോഹറിന്റെ അവസ്ഥ. മരിയ എന്ത് ചെയ്യുവാണ്? പിന്നീട് കിരണൻ കൂട്ടിക്കൊണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ ഓർത്തു, രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത്, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലായിരുന്നു പെട്ടുപോയാനും. ഇനി എങ്ങാനും അവന്റെ കൺമുന്നിൽ ചെന്ന് പെട്ടുപോയായിരുന്നെങ്കിൽ തന്റെ പോക്കും എല്ലാം മുടങ്ങിപ്പോയാനും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കല്യാണി ദീപനെ വിളിക്കുകയാണ്. ദീപനെ വിളിച്ചിട്ട് മോന്റെ കാര്യങ്ങളൊക്കെ തിരക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാരണം വിക്രം ഇനി അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാവും. അങ്ങനെയാണെങ്കിൽ അവൻ പരോളിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാടെ പ്രശ്നവും. അപ്പൊ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ടം വേണം മോന്റെ മേലെ, കഥയെല്ലാം അടച്ചു കുറ്റിയിടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദീപയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ദീപ പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം, അറിയാലോ ആ വിക്രം വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ നേരെ നിന്നെ കാണാനായിട്ടായിരിക്കും വരുന്നതെന്നൊക്കെ പറയാം. എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയില്ല അമ്മേ, എനിക്ക് നിങ്ങളുടെ കാര്യത്തിലെ പേടിയുള്ളെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ടാണ് കല്യാണി ഫോൺ വെക്കുന്നത്. ഈ സമയത്ത് ഗംഗാപ്രസാദും രാഹുലും വിക്രമും കൂടെ ജയിലിൽ സംസാരിക്കുകയാണ്. പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു, നീ പുറത്തിറങ്ങിയ ഒന്നുകൊണ്ടും പേടിക്കേണ്ട വിക്രം, എന്താണെങ്കിലും നിന്നെ സഹായിക്കാനായിട്ട് എന്റെ ആൾക്കാരുണ്ടെന്ന് പറയണം. ആരെ കാണണം, എന്ത് കാണണം എന്നൊക്കെ ഞാൻ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാന്ന് പറയണം. രാഹുൽ പറഞ്ഞു, നീ സൂക്ഷിക്കേണ്ട നിന്റെ അച്ഛനുണ്ടല്ലോ ആ പ്രകാശൻ, അവനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറയണം. പെട്ടെന്ന് വിക്രം പറഞ്ഞു, എന്റെ അച്ഛനെ എനിക്കെതിരെ തിരിവും തോന്നില്ല. കാരണം എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് വന്നപ്പം, ഞാൻ എന്റെ പെൺമക്കളോട് കൂട്ടുകൂടുന്ന എന്തിനാണെന്നറിയാവോ? അവരെ വെച്ച് ഒരു കളി കളിക്കാൻ വേണ്ട. കാരണം അവരെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാണ്, അവരോടൊപ്പം കൂട്ടുകൂടുക. നീ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും അവര് ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും. അതങ്ങനെ എനിക്ക് അച്ഛനൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, നീ അതങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്ന് പറയണം. എന്റെ അച്ഛൻ എന്താണെങ്കിലും എന്നോടൊപ്പം നിൽക്കുള്ളൂ. ഇത്രയും കാലം അങ്ങനെയായിരുന്നു. പിന്നെ എന്റെ പെൺമക്കളോടൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്നെ നശിപ്പിക്കാൻ വേണ്ടല്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടാന്ന് പറയണം. എനിക്കറിയാം, ഞാൻ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും അച്ഛൻ എന്നോടൊപ്പം ചേരും, അവർക്കെതിരെ തിരിവെന്നൊക്കെ പറയണം. അങ്ങനെയാണ് വിക്രത്തിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ. വിക്രം അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം തനിക്കെതിരെ തന്റെ അച്ഛൻ തിരിയുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. പ്രകാശിന്റെ മനസ്സ് മാറിയെന്ന് പോലും ചിന്തിക്കുന്നില്ല. രാഹുൽ പറഞ്ഞു, എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. കാരണം പഴയ പ്രകാശനൊന്നും അല്ല ഇപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം വിക്രം പറഞ്ഞു, നോക്കാം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയണം. ഈ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഈ വിക്രം എപ്പോഴും ഏത് സമയത്ത് ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ജാഗരൂകരായിട്ടിരിക്കണം. തന്റെ പെൺമക്കൾക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. കല്യാണി അതുപോലെ തന്നെ അവരെല്ലാം ബാക്കി എല്ലാവരും സേഫ് ആയിരിക്കണം. തന്റെ പെൺമക്കളും 3 പേര് സേഫ് ആയിരിക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയാൻ ഉണ്ടായിരുന്നേ. അങ്ങനെയും വിക്രം വരുവാണെങ്കിൽ ഈ വഴിയാണല്ലോ വരുന്നേ. അങ്ങനെ പ്രകാശൻ അവിടെ പോയി കാത്തിരിക്കണം. 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും വിക്രം പുറത്തിറങ്ങുമെന്ന് പ്രകാശൻ അറിയായിരുന്നു. കാരണം പ്രകാശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ അവൻ വരണ സമയത്ത് തന്നെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരുടെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നടക്കില്ല എന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലേക്കുണ്ട്. അങ്ങനെ പ്രകാശൻ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് കിരണ് മരിയാനെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന് മരിയ ഇങ്ങനെ പ്ലോട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തെല്ലാം സെറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് കിരൺ ചോദിച്ചു, അല്ല ഭർത്താവ് വന്നിട്ടില്ലേന്ന് ചോദിക്കണം. ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഭർത്താവ് വന്നായിരുന്നു, പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, അതുകൊണ്ട് പോയതാ. ഈ അടുത്ത കല്യാണം കഴിഞ്ഞെന്ന് പറയണം. ആണോ? എനിക്കറിയില്ലായിരുന്നു എന്ന് പറയണം. അതെ, ഞങ്ങൾ ഉടനെ തന്നെ വരുമെന്ന് പറയണം. പിന്നെ ഭർത്താവിന്റെ ഫോട്ടോ എന്നെ ഫോണിനകത്തുണ്ട്, ഞാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണൊന്നും ഞെട്ടി. നോയിക്കഴിഞ്ഞപ്പോ അത് മറ്റാരുമല്ല, മനോഹർ. ഓഹോ, അപ്പൊ ഇവനായിരുന്നോ ആ കല്യാണി വീരൻ? കൊള്ളാലോന്ന് കിരൺ മനസ്സിൽ വിചാരിക്കണം. വെറുതെ അല്ല അവൻ മുങ്ങിയത്, അപ്പൊ തന്നെ കാണാതിരിക്കാൻ വേണ്ടി മുങ്ങിയതാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഒരു പണി കൊടുക്കണമല്ലോ. അപ്പം ഇവളെയും ചതിച്ചിട്ട് പോകാനുള്ള പുറപ്പാട് അവന്റെ. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും പാടില്ലെന്ന് കിരൺ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താണെങ്കിലും
മനോഹറിന്റെ പോക്ക് മുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ വിക്രം പരോളിന് ഇറങ്ങുവാണ്. പരോളിന് ഇറങ്ങി പ്രകാശനെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പക്ഷേ എങ്കിൽ പ്രകാശന്റെ സ്വഭാവം മാറിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രത്തിന് പിന്നെ പ്രകാശനോട് ദേഷ്യമാവും. പക്ഷേ എങ്കിൽ പ്രകാശൻ എന്താണെങ്കിലും വിക്രത്തിന് 7 അയലക്കത്തേക്ക് അടുപ്പിക്കില്ല. തന്റെ പെൺമക്കൾക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷാകവചമായിട്ട് പ്രകാശൻ നിൽക്കാൻ പോവാ. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.